നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഒരു ചിന്ന ബ്രേക്ക്. കാഴ്ചകളുടെ നിറക്കൂട്ടുകളുമായി ഞങ്ങളിതാ പതിവ് പോലെ വെൽക്കം ടു ജീസസ് കിഡ്സ്. ഓരോ കഥകളുടെയും പിന്നിൽ ഓരോരോ ചിന്തകൾ ഒളിച്ചിരിപ്പുണ്ട്. വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി പോലെ അത് കണ്ടെത്തിയാൽ നമ്മൾ സമ്പന്നരാകും. ഓ, അങ്ങനെയാണല്ലേ ബ്ലസ് ചേച്ചി ഈ നാട്ടിൽ സമ്പന്നരുണ്ടാകുന്നത്? എങ്ങനെ? വയലിൽ പോയി നിധി കണ്ടെത്തിയിട്ട്? അതല്ല ബിലിൻ, കഷ്ടപ്പെട്ട് വയലിൽ അധ്വാനിക്കുമ്പോൾ നല്ല വിളവുണ്ടാകുന്നു. അതാണ് ഒളിഞ്ഞു കിടക്കുന്ന നിധി, സ്വർഗം. ഓ, അങ്ങനെ. ഞാൻ വിചാരിച്ചു ഈ നാട്ടിലെ സമ്പന്നർക്കെല്ലാം കാശുണ്ടായത് വയലിൽ പോയി നിധി കണ്ടെത്തിയിട്ടാണ്. കഷ്ടം, ഞാൻ അല്പം ബിബ്ലിക്കലായി ചിന്തിച്ചതല്ലേ ബിലിൻ, അത് നിനക്ക് മനസ്സിലായില്ല? ഞാൻ അല്പം ട്രബിളിക്കലായി പോയി ബ്ലസ് ചേച്ചി. സാരമില്ല, നല്ല കഥകൾക്ക് പിന്നിൽ ഒരു നല്ല ചിന്ത. അത് കണ്ടെത്തുമ്പോൾ ജീവിതം സ്വർഗതുല്യം. കാണാം കാട്ടിലെ കൂട്ടുകാർ. ഇവിടെയൊന്നും ഓലയൊന്നുമില്ല കേട്ടോ. നീ ഇങ്ങോട്ട് നോക്കിക്കേ. ഇതൊക്കെയാണോ തെങ്ങ്? കപിലേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇതിലൊന്ന് നോക്കിക്കേ. ഈ തെങ്ങ് കൊള്ളാം, ഈ തെങ്ങ് കൊള്ളാം. വാ, നീ കയറി വാ. കൊള്ളാം, തരക്കേടില്ലാത്ത ഓലയൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ കായ്ഫലം കുറവാ. ഏയ്, ഒന്ന് പെട്ടെന്ന് ആട്ടെന്നെ കപിലേ. അച്ഛൻ അവിടെ നോക്കിയിരിക്കുക. അല്ല, ഇതെന്താ പരിപാടി? നിങ്ങൾ എന്തിനാ ഈ തെങ്ങിൻ ചോട്ട് നിൽക്കുന്നത്? എന്താ പരിപാടി? അടുത്ത ഞായറാഴ്ച. പക്ഷേ അതിനെന്തിനാ നിങ്ങൾ ഈ തെങ്ങിൻ ചോട്ട് നിൽക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തെ. നീ കയറി ഓല മുറിക്ക്. അപ്പോഴേക്കും ഞാൻ ഈ മുട്ടുവിനെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ഇതാ, ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഞാനിപ്പോ ഇങ്ങെത്തും. ഇത് കൂടെ പിടിച്ചോ, ഇത് കൂടെ പിടിച്ചോ. നമുക്കേ ആ പള്ളിയുടെ നടയിൽ പോയിരുന്ന് സംസാരിക്കാം. പോണതൊക്കെ കൊള്ളാം, ഞാൻ ഇപ്പൊ വരും. അതുവരെ എന്തോ ഉയരമായി തെങ്ങിന്. ഇനിയും പകുതി ഉണ്ട് കയറാൻ. അല്ല, ശരിക്കും നമ്മൾ എന്തിനാ ഈ ഓലയൊക്കെ പറിച്ചു നടക്കുന്നത്? അതൊന്നും നിനക്കറിയില്ലേ മൂട്ടു? നീ വള്ളിയിലൊന്നും പോയിട്ടില്ലേ? വെറുതെ ഓലയായിട്ട് നടക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഓല വെറുതെ കൊണ്ടു നടക്കുന്നതല്ല, പിന്നെ ഓരോ കർമ്മങ്ങൾക്കും വലിയ അർത്ഥമുണ്ട്. അതെയോ? അതൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഓലയല്ലേ കുരുത്തോലകളായി നമ്മൾ ഉപയോഗിക്കുന്നത്. അവ വിശുദ്ധമല്ലേ? എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും കൊണ്ടുപോയി കണ്ടിട്ടില്ല. അല്ലേലും എന്റെ പപ്പായ്ക്ക് എന്നും തിരക്കാ. നമ്മളിവിടെ
എളുപ്പം കിട്ടുന്നത് ഓല ആയതുകൊണ്ടാണ് ഓല തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓ, ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക മരത്തിന്റെ ചില്ലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ശരി. പള്ളിനടയിൽ വമ്പൻ സാറ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വമ്പൻ സാറ് പറഞ്ഞു തരും. വാ. ആ, എന്നാ പോവാ, വാ. വമ്പൻ സാറല്ലേ ഇരിക്കുന്നേ? എന്താ പപ്പിയും മോട്ടുവും കൂടി ഒരു ഡിസ്കഷൻ? അത് സാർ കപിലും ഞാനും കൂടി ഓശാന ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഓല മുറിക്കുകയായിരുന്നു. അതിലൂടെ മോട്ടു പാസ് ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ വിളിച്ചു. അപ്പോഴാ ഓശാന, പെസഹ, ഈസ്റ്റർ ഇവയുടെ ഒക്കെ അർത്ഥം എന്തെന്ന് മോട്ടുവിനൊരു സംശയം. കപിൽ ഓല വെട്ടുമ്പോഴേക്കും മോട്ടുവിന് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. ഇനി ഞാൻ രക്ഷപ്പെട്ടു. സാർ എല്ലാം വിശദമായിട്ട് ഇവനൊന്ന് പറഞ്ഞു കൊടുക്കണം. മക്കളെ, ഇന്ന് ഈ ദിനങ്ങളൊക്കെ വെറും ആഘോഷങ്ങൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. അത് ശരിയാ. ആ ദിനത്തിന്റെ പ്രത്യേകതകളോ അതിന്റെ മഹത്വമോ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അഥവാ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ അത് കേൾക്കാൻ കുട്ടികൾ തയ്യാറാകുന്നില്ലെന്നേ. നമ്മളെ കുറിച്ചാണ്. സാരമില്ല, നിങ്ങൾക്ക് ഞാൻ എല്ലാം വിശദമായി പറഞ്ഞു തരാം. അങ്ങനെയാകുമ്പോ കൂടുതൽ അർത്ഥവത്തായ ഈസ്റ്റർ ആഘോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. അത് ശരിയാ സാറേ. നിങ്ങൾ ഓലയൊക്കെ മുറിച്ച് ഓശാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലേ? കൊള്ളാം. മോട്ടു, 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈശോ കാലിത്തൊഴുത്തിൽ ജനിച്ചത്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട മാഷേ. ബൈബിൾ പഠിപ്പിക്കുന്നത് ഈശോ 30 വയസ്സ് വരെ തന്റെ മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ സാർ? മാതാപിതാക്കന്മാരെ അനുസരിച്ചും അവരോടൊപ്പം അധ്വാനിച്ചും ജീവിച്ചു എന്നാണ്. അത് ശരി. അതിനുശേഷമുള്ള 3 വർഷമല്ലേ ഈശോ പരസ്യ ജീവിതം നയിച്ചു എന്ന് പറയുന്നത്? അത് തന്നെ. ഈശോ ദൈവമായിരുന്നിട്ടും ദൈവമാണെന്ന കാര്യം വിസ്മരിച്ച് 30 വയസ്സ് വരെ വീട്ടിൽ മാതാപിതാക്കന്മാരോടൊപ്പം ജീവിച്ചു. അതിനുശേഷമാണ് ലോകത്തിലേക്ക് പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടതെന്നാ പറയും. അല്ലേ സാർ? പിതാവായ ദൈവം എന്നൊക്കെ പറയുമ്പോ ദൈവമായിട്ട് എന്തൊരു ഇന്റിമസി അല്ലേ? അതിനെ ഔസേ പിതാവ് വളർത്തച്ഛനല്ലേ? സ്വർഗത്തിലെ പിതാവല്ലേ ഈശോയുടെ യഥാർത്ഥ പിതാവ്? ഈശോയുടെ മാത്രമല്ല, നമ്മുടെയും യഥാർത്ഥ പിതാവ് സ്വർഗത്തിൽ തന്നെയാ. ആഹാ, അങ്ങനെ ഒരു പിതാവോ? ആ പിതാവിന് എന്നെ ഇഷ്ടായിരിക്കോ? പിന്നെന്താ മോട്ടു, പിതാവിന് മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റൂ? പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എന്ത് അത്ഭുതം! അനേകം രോഗികളെ സുഖപ്പെടുത്തി, ജന്മന അന്ധത ബാധിച്ചിരുന്നവരെ വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, മുടന്തന്മാരുടെ കാലുകൾക്ക് ബലം നൽകി, മരിച്ചവരെ പേരെ ഉയർപ്പിച്ചില്ലേ? അതെ, അനേകർക്ക് അനുഗ്രഹമായി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ജെറുസലേമിനടുത്തുകൂടി പോകുമ്പോ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ അഴിച്ചുകൊണ്ടുവരുവനെന്ന്. കഴുതയോ? കഴുത എന്തിനാ ദൈവത്തിന്? അത് സാർ പറഞ്ഞു തരും മോട്ടു. അവർ കഴുതയുമായി വന്നപ്പോ ഈശോ അതിന്റെ പുറത്തു കയറിയിരുന്നു. പിന്നെ അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ആ കഴുതയുടെ മുമ്പിൽ വിരിച്ചു. എന്നിട്ട് മരത്തിന്റെ ചില്ലകൾ പറിച്ചവർ ഈശോയ്ക്ക് ഓശാന പാടി. ആഹാ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ? അതൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആ ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായറായി നാം ആഘോഷിക്കുന്നത്. അതെന്തിനാ ഈശോ കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നത്? ഭാരമുള്ള സാധനങ്ങൾ ചുമക്കുകയാണ് കഴുതയുടെ ജോലി. ഒപ്പം കഴുത ഒരു അവജ്ഞാപാത്രവുമാണ്. അതൊക്കെ ശരിയാ. എന്നാലും ഈശോയും കഴുതയും തമ്മിൽ എന്താ ബന്ധം? വലിയൊരു ബന്ധമുണ്ട്. വലിയൊരു ബന്ധോ? ഈശോ താൻ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശത്തെ കാണിക്കുകയാണ് ഇവിടെ ചെയ്തത്. എനിക്ക് മനസ്സിലായില്ല സാർ. എനിക്ക് അതോ, ഈശോ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാ ലോകത്തിലേക്ക് വന്നത്. എല്ലാവർക്കും നിന്ദാപാത്രമായി അവിടുന്ന് കുരിശിൽ മരിക്കുകയും ചെയ്തു. ഈശോയുടെ കുരിശുമരണം ഒക്കെ നടക്കുന്നത് പിന്നീടല്ലേ സാറേ? അതെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈശോ മനുഷ്യനായിരുന്നു, ഒപ്പം ദൈവവും. അതിനാൽ താൻ ഇപ്രകാരമുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്നും അവിടുന്ന് അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് കഴുതയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്തത്.
അതാണപ്പോ ഈശോയും കഴുതയും തമ്മിലുള്ള ബന്ധം അല്ലേ? അതെ. മാത്രമല്ല, ഈശോയ്ക്ക് വളരെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരിലൂടെ ഈശോ എങ്ങനെയൊക്കെ ജീവിക്കും, എങ്ങനെയൊക്കെ മരിക്കും എന്ന് പറഞ്ഞു വെച്ചിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഓശാനയുടെ കാര്യം തന്നെ എടുത്താൽ പഴയകാല പ്രവാചകരായിരുന്ന ഏശയ്യായിലൂടെയും സഖറിയായിലൂടെയും എല്ലാം ഈശോയുടെ ഈ രാജകീയ എഴുന്നള്ളിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഓശാന ഞായർ ആഘോഷിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എപ്പോഴാ ഈ ഓലകള് പള്ളിയിൽ എത്തിക്കുന്നത്? ഇന്നെ ഓശാനയുടെ തലേ ദിവസമല്ലേ സാർ? ഞായറാഴ്ച അച്ഛൻ വെഞ്ചരിച്ച് ആ ഓലകൾ നമുക്ക് തരും. വെഞ്ചരിക്കുമ്പോൾ അതുവരെ സാധാരണ ഓലയായി കണക്കാക്കിയ ഓലയെ കുരുത്തോല എന്ന് നമ്മൾ പറയും. വെഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ ഓലകളിൽ ഹനാൻ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വിശുദ്ധമായി തീരും. വിശുദ്ധമായ വസ്തു ബൈബിൾ സൂക്ഷിക്കുന്നത് പോലെ വിശുദ്ധമായി തന്നെ നാം കൈകാര്യം ചെയ്യണം. അത് നിലത്തിടുവാനോ ചവിട്ടാനോ ഒന്നും പാടില്ല. അത് പവിത്രമായി സൂക്ഷിക്കണം. രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മറ്റും വെഞ്ചരിച്ച ഈ ഓലകളുടെ സാന്നിധ്യം നമുക്ക് സഹായകരമാകും. ഈ കുരുത്തോലകൾ കൊണ്ടല്ലേ നമ്മൾ പെസഹ വ്യാഴാഴ്ച കുരിശപ്പ ഉണ്ടാക്കുന്നത്? അല്ല, അങ്ങനെയാകുമ്പോ പെസഹ വ്യാഴത്തിന് പിന്നിലും ഇങ്ങനൊരു സംഭവം ഉണ്ടോ? തീർച്ചയായും മോട്ടു. കാട്ടിലെ കുട്ടിക്കാരെ കണ്ടിട്ടുണ്ട്, അതെങ്ങുമ്പോ കയറണത് കണ്ടിട്ടുണ്ട്, ഓല മുറിക്കണത് കണ്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ വാ, ആ കാട്ടിലേക്ക് വാ. കാട്ടിലെ കുട്ടിക്കാരെ കണ്ടിട്ടുണ്ട്, അതെങ്ങുമ്പോ കയറണത് കണ്ടിട്ടുണ്ട്, ഓല മുറിക്കണത് കണ്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ വാ, ആ കാണാനായി വാ. കാട്ടിലെ കുട്ടിക്കാരെ കണ്ടിട്ടുണ്ട്, കങ്ങുമ്പോ കയറുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടികിട്ടിയല്ലോ. കപിൽ വന്നല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി പള്ളിയിലേക്ക് വരൂ. നിങ്ങൾ ചെല്ല്, ഞാനേ ബേക്കറിയിലേക്ക് ഇറങ്ങിയതാ. എന്നാ ശരി, ബൈ ബൈ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരും. നമുക്ക് അവിടെ ചെന്ന് ഓലയൊക്കെ മുറിക്കാം. പെസഹ ഈശോയുടെ കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരോടുകൂടെ അത്താഴം കഴിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒപ്പം അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ കൂടിയാണ് പെസഹ. ഈ പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പെസഹ എന്നാൽ കടന്നുപോകലെന്ന. ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിലായിരുന്നു. അവരെ മോചിപ്പിക്കാൻ ദൈവം മോശയെ അയച്ചു. പക്ഷേ മോശയുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ ഫറവോ തയ്യാറായില്ല. അപ്പോൾ ഈജിപ്തിലെ ജനങ്ങളുടെ ആദ്യ ജാതരെ വധിക്കാൻ ദൈവം തീരുമാനിച്ചു. കഷ്ടം. കഷ്ടമെന്നതിലപ്പുറം ദൈവം തന്റെ സ്വന്തം ജനത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് അടിമത്തത്തിലായിരുന്നു കൊണ്ടുള്ള അവരുടെ നിലവിളി സ്വർഗത്തിലെ ആ നല്ല പിതാവിനെ വേദനിപ്പിച്ചു. ഇസ്രായേൽ ജനത്തെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുകയും കുഞ്ഞാടിന്റെ രക്തം വീടിന്റെ കട്ടലപ്പടിയുമേൽ തളിക്കുകയും വേണം. അത് കാണുമ്പോൾ സംഹാരദൂതൻ നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. പെസഹ എന്നാൽ കടന്നുപോകൽ എന്നാണെന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അതിനുശേഷമാണ് ഈശോയുടെ പീഡാസഹനം ആരംഭിക്കുന്നത്. ദുഃഖവെള്ളിയായി നമ്മൾ അത് ആചരിക്കുന്നു. അന്നാണ് ഈശോ മരിച്ചത്. ഈസ്റ്റർ ഈശോ ഉയർത്തതിന്റെ ഓർമ്മയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുക്കുവാൻ ഈശോയുണ്ടല്ലോ. ഈ ദിവസങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നമുക്ക് വേഗം ഓല മുറിച്ച് ഈശോയ്ക്ക് വേണ്ടി ഓശാന പാടാൻ ഒരുങ്ങാം. ഇപ്രാവശ്യം ഈ ആഴ്ചയുടെ പ്രത്യേകത അറിഞ്ഞതുകൊണ്ട് ആഘോഷിക്കാൻ എന്താ ഒരു ത്രില്ല്. നേരം കളയാം. അതാ പള്ളി എത്താറായി. നമുക്ക് ഓശാനയ്ക്കായി ഓല മുറിക്കാം. ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു ഓശാന ഗീതം പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ. കാട്ടിലെ കൂട്ടുകാരുടെ സന്ദേശങ്ങൾ നമുക്ക് എഴുതി വെക്കേണ്ട പാഠങ്ങളാണ്. ഒരു പുസ്തകം മുഴുവൻ എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു പാഠപുസ്തകമായി മാറ്റാം. ബിലിൻ എന്നെ ആക്കിയതാണല്ലേ? അല്ല ബ്ലസ്സേച്ചി, വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകം. ഉവ്വ ഉവ്വ, ഇനി വൈകിക്കേണ്ട, നമുക്ക് കലോത്സവം കാണാൻ സമയമായി.
ഇതാ മിഷൻ ലീഗിന്റെ അരങ്ങ്. ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം. ശാലയിൽ അവർ നിരന്നു നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ സന്തോഷവാൻ അതിഥികളേറെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ സന്തോഷവാൻ കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു ഉണ്ണീശു മാതാവും ശിഷ്യരുമൊപ്പം വരു നിരനിരയായി വരു വരു നിരനിരയായി വരു വരു വിരുന്നിനായി വന്നവർക്കായി വിളമ്പുവാൻ വേണ്ടുവോളം വീഞ്ഞില്ല എന്ന വാർത്ത യേശു അറിഞ്ഞു. യേശു മൊഴിഞ്ഞു ഭരണിയെല്ലാം വെള്ളമൊഴിച്ചു നിറയ്ക്കു വേഗം. യേശു മൊഴിഞ്ഞു ഭരണിയെല്ലാം വെള്ളമൊഴിച്ചു നിറയ്ക്കു വേഗം. അന്നവൻ അത്ഭുതമായി പച്ചവെള്ളം വീഞ്ഞാക്കി ഉണർവായി നാട്ടിലെങ്ങും ഉത്സവമായി. അന്നവൻ പച്ചവെള്ളം വീഞ്ഞാക്കി ഉണർവായി നാട്ടിലെങ്ങും ഉത്സവമായി. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു ഉണ്ണീശു മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു ഉണ്ണീശു മാതാവും ശിഷ്യരുമൊപ്പം. അതിഥികളേറെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു നൃത്തവും പാട്ടും ഘോഷവുമായി
തിത്തക വീണം മാർത്തോമൻ തിരി അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തിരി അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരേ താകൃതീതത്താതിമൃതത്തേ മുവരോരുവന്റെ കൽപ്പന കൊണ്ട് തിത്തിരി തര മുൻപിനാലുണ്ടായ പള്ളിയിടത്ത് അതിയെ മുൻപൂശി ലൊമോൻ ചമച്ച തിത്തിരി തര ആലയം ഭാഷയിൽ കണ്ടോരു ചോഴൻ അയതു പോൽ തന്നെ നമുക്കുമിങ്ങ് തിത്തിരി തര ആദരാലൊന്നു ചമയ്ക്കവേ താകൃതിത്തിയ തിത്തിതകതിയത്തേ കടലും കരയും ഒരു പോൽ വഴിയായി തീരത്തെ കയ്യാർ മരുവുന്നവ വനെ തുണനി തീരത്തെ കരുണ കടലേ കടലിൽ നിന്നെന്നെ തീരത്തെ കര കൊണ്ടു തകേണം കരമീതീനെ തീരത്തെ ഇതു താരമായുള്ളവ വചനം ചൊല്ലി തീരത്തെ കര ചേർന്ന രൂളാൽ ഹിതം തീം തീരത്തെ തീരത്തെ തക്കവരോടു ചേർന്ന് തീം തീരത്തെ തീരത്തെ ദിക്കൂപ്പുകതിലാവരു ഉഴറുന്നപ്പോൾ തീരത്തെ തിറമോടെ കർത്താവ് കണകപ്പെട്ടു തീരത്തെ തിറമോടെ കർത്താവ് തിത്തിത്തകതത്താകൃതിത്തിയത്തിത്തിതകതിയത്തേ അരുൾ ചെയ്തിതാചാരമേ ഇങ്ങു നിന്നേന്നും ഒതത്തെ അറിയുന്നു മതേന്തേന്നുമു മുതലതേന്നും ഒതത്തെ അതിനീഹ കാരണമേ എങ്ങനെയേന്നും ഒതത്തെ അതു പൊഴുതായവര അറിയിച്ചപ്പോൾ ഒതത്തെ വിധമീതു നീ അറിയുക അരജൻ ചോഴൻ ഒതത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഒതത്തെ ഇവരിതു ചൊന്നതിനു ഉത്തരമൻപാൽ ഒതത്തെ ഇതം വരു മാറരുൾ ചെയ്തു മാറാൻ ഒതത്തെ ഇടമതിൽ നീ നരന നഴിക മുൻപേ ഒതത്തെ ഇടമതിൽ നീ നോരുത തച്ച താകൃതിത്തിയത്തിത്തിതകതിയത്തേ ഇവണ്ണം കെട്ടും കീഴയവരെ ഇവരെ കൊണ്ടവണ്ണം വിണവെ ഇണ്ടൽ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പിവാ അണയാത്തിന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യകാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലാലായി രാജനി വണ്ണം ചൊന്നാൽ എന്നോടെ തമ്പിനി കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ വർഷകാലം പെട്ട പോൽ പെട്ടിട്ടില്ലാർക്കും മുൻപേ നടുവാഴുന്ന നൃപന്മാർക്കാർക്കും നടക്കേടിതുപോലെ വന്നിട്ടില്ല നടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാം തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്ക അമ്പോടെ മൂന്നീനു മിമ്പം പോലെ അവോളം തരമുണ്ടേ പെർത്തു ചൊല്ലാൻ മനുഷ്യ ജാതിക്കപ്പെടുന്നു മലെല്ലാം അതു ചെന്ന് കണ്ടാൽ തീരും മതിപോരും രാജാക്കൾ വഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തീ ആനന്ദം വരുമാറു മാലാഖമാർ തിത്തിതി തര ആകാശി നിന്നിങ്ങു ലോകം ചേർന്നു തിത്തിതികതിയെത്തി ആചാര ജാഡര
കാൽക്കൽ വീണാഴുതു പീഴയും ചൊല്ലി തിത്തി തര കുമ്പിട്ടു നിന്നവർ കേട്ടും നീക്കി തേ തിത്തേ തിത്തേ തകതീയത്തേ. മനുഗുണമുടയവൻ അരുളാൽ വാനവർ മഹിമയോടെ എത്തിയാണഞ്ഞുടനെ യുദ്ധത്തെ മറുതല നിറി കേട്ടും അതിനൊരു തീരത്തിൽ മംഗലമായവർ പുകയിച്ച് യുദ്ധത്തെ കൈക്കൊണ്ടവർ ഒരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്ക് യുദ്ധത്തെ കരുണയോടെ ഇതുവഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിതു പരിച്ച് യുദ്ധത്തെ നലമുടെ പലവക കിന്നരമഴകാൽ നന്ദുനിയും കടൽ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി നന്മ വരും വക പലമൊഴിയൊരു സേ നന്നായി മൽക്കുകൾ പോലും വീണ് തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി ഉടമ്പിൽ നിന്നുയി എടുത്താകാശം ഉയരവനിരിപ്പിടം ഭുഗിച്ച് യുദ്ധത്തെ ഉടമയിലുടയവൻ ഉടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിൽ യുദ്ധത്തെ വച്ചു തനമിത് മക്കളും അനുദിനം അരുളു വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി വൻവിനയൊഴിയ പെരിയവനൽ വഴുതമോട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്തത്തകതത്തികതത്താം തികതകതകതത്തികതത്താകൃതത്തത്താകൃതത്തത്താകൃതത്തത്താതത്താതമൃതത്തേ. മിഷൻ ലീഗിന്റെ പരിപാടികൾ ധാരാളം പേർ കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. കത്തുകൾ അയച്ച കൂട്ടുകാർക്ക് നന്ദി. കുറച്ചുകൂടി വിശദമാക്കി എഴുതിയാൽ അത് വായിക്കുന്നതായിരിക്കും. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 673528. വീണ്ടും ഒരാഴ്ചവട്ടം പൂർത്തിയാകുന്നതുവരെ പുതിയ വിഭവങ്ങൾ തയ്യാറാകും വരെ നന്ദി, നമസ്കാരം.